സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ഡ്രൈവർ യദു കൃഷ്ണന്റെ മൊഴിയെടുത്ത് കന്റോൺമെന്റ് പോലീസ്. രാവിലെ 11 മണിക്കാണ് മൊഴിയെടുക്കൽ ആരംഭിച്ചത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ഡാൻ കുര്യൻ ചേർന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഇപ്പോൾ ഈ മൊഴിയെടുപ്പ് ഒരു 3 മണിക്കൂറോളം പിന്നിട്ടിട്ടുണ്ട്. നമുക്കറിയാം, കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കന്റോൺമെന്റ് പോലീസ് ഈ സംഭവത്തിൽ മേയർക്കും സച്ചിൻ ദേവ് MLAക്കുമെതിരെ കേസെടുക്കുന്നത്. ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. യദുവിന്റെ മൊഴിയെടുത്തു. ഇനി മേയറുടെയും MLAയും അടക്കമുള്ള മൊഴിയെടുപ്പും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ടോം, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ചേർന്ന് യദുവിനെതിരെ നൽകിയ പരാതിയിൽ നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെ മേയർക്കെതിരെയും ഭർത്താവിനെതിരെയും ഗതാഗത തടസ്സം സൃഷ്ടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യദു നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് വൈകിയതിനെ തുടർന്നാണ് യദു കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. അതിന്മേലാണ് കേസെടുത്ത് അന്വേഷണം നടത്താൻ തയ്യാറാകണമെന്ന കോടതി തന്നെ നിർദ്ദേശം നൽകിയത്. അങ്ങനെ 2 FIRകളാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലൊന്നിലാണ് ഗുരുതരമായ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകളടക്കം മേയർക്കും ഭർത്താവിനുമെതിരെ ചുമത്തിയിരിക്കുന്നത്. അവിടെ മാർഗതടസ്സം സൃഷ്ടിച്ചു, യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി FIRൽ എടുത്തു പറയുന്നുമുണ്ട്. പക്ഷേ ഈ നിജസ്ഥിതി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അതിൽ വിശദമായി ഈ സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ യദുകൃഷ്ണനിൽ നിന്ന് പോലീസ് ചോദിച്ച് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ഈ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് മേയർ പറയുമ്പോഴും അത് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ യാത്രക്കാർ പകർത്തിയിട്ടുണ്ടായിരുന്നോ, അങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഏതെങ്കിലുമാണോ ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്യാൻ ശ്രമിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായി അന്ന് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന മുഴുവൻ യാത്രക്കാരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഓരോരുത്തരിൽ നിന്നായി കൃത്യമായി സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്ന നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. യദു കൃഷ്ണനിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും മേയർ ആര്യ രാജേന്ദ്രയും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെയും ഒപ്പം യാത്ര ചെയ്തിരുന്ന മറ്റ് 3 പേരെയും, അങ്ങനെ 5 പേരുടെ മൊഴി രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ യാത്രക്കാരുടെയും മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം കാണാതായ മെമ്മറി കാർഡ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം അത് തമ്പാനൂർ പോലീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടായിട്ടില്ല. മെമ്മറി കാർഡ് വീണ്ടെടുത്താൽ മാത്രമേ ബസ്സിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാകുകയുള്ളൂ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ടോം, ഡാൻ, നമുക്കറിയാം, ഈ ഡ്രൈവർ യദു നേരത്തെ മുതൽ തന്നെ മേയർക്കും ഭർത്താവായ സച്ചിൻ ദേവ് MLAക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അവർ ബസ് കുറുകെ ഇട്ടു, അതിന്റെ തെളിവുകൾ പുറത്തു വന്നതാണ്. അതിനെതിരെ ആണിപ്പോൾ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങിയത്, പോലീസ് കേസെടുത്തത്. ഈ വിഷയത്തിൽ, അതായത് മറുവശത്ത് ഡ്രൈവർ യദുവിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട്. യാത്രാമധ്യേ 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. അങ്ങനെ യദുവിനെ കുരുക്കുന്ന രീതിയിൽ ഒട്ടേറെ തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ടോ? അതോ ഇപ്പോൾ മേയർക്കും സച്ചിൻ ദേവിനുമെതിരെ എടുത്തിരിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമോ ഇപ്പോഴത്തെ മൊഴിയെടുപ്പുകൾ നടക്കുന്നത്? ഡാൻ, ടോം, ദിവസങ്ങൾക്ക് മുമ്പാണ് ചലച്ചിത്ര താരമായ റോഷ്നി സമാനമായ തരത്തിലൊരു ആക്ഷേപം യദുവിനെതിരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് വഴിക്കടവിൽ നിന്ന് യാത്ര ചെയ്യുന്നതിനിടയിൽ നടിക്ക് ദുരനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ അസഭ്യം കേൾക്കേണ്ടി വന്നു യദുവിൻ്റെ ഭാഗത്ത് നിന്നായിരുന്നു പരാതി. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ യദു 1 മണിക്കൂറോളം പല ഘട്ടങ്ങളായി ബസ് ഓടിക്കുന്നതിനിടയിൽ ഫോണിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭ്യമാകുന്നത്. സ്വാഭാവികമായി അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അതോടൊപ്പം സമാന്തരമായി KSRTCയുടെ മാനേജ്മെന്റ് ഇന്റേണൽ എൻക്വയറി നടത്തുന്നുണ്ട്. ആ എൻക്വയറിയിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ യദുവിന് എതിരായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി അച്ചടക്ക നടപടിയിലേക്ക് കടക്കേണ്ടത് അനിവാര്യതയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ കൃത്യമായി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം യദുവിനെതിരെ നടപടി വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതി എന്ന നിലപാടിൽ ഗതാഗത മന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. അതാണ് താൽക്കാലികമായെങ്കിലും യദുവിനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ മാനേജ്മെന്റ് കഴിയാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അപ്പോഴും തിരിച്ച് സർവീസിൽ പ്രവേശിക്കാൻ യദുവിന് കഴിഞ്ഞിട്ടില്ല. സസ്പെൻഷൻ തുടരുകയാണ്. ഈ സംഭവത്തിന്റെ നിജസ്ഥിതി ബോധ്യമായ ശേഷം സർവീസിലേക്ക് തിരികെ പ്രവേശിപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന നിലപാടിലാണ് KSRTC മാനേജ്മെന്റ്. ഇതോടൊപ്പം ഈ പോലീസിന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്.
ഇനി ഏതെങ്കിലും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക ഏതെങ്കിലും സാവകാശം നൽകിയിട്ടുണ്ടോ, അതിന് സമയപരിധി നൽകിയിട്ടുണ്ടോ? ഈ മൊഴിയെടുക്കലൊക്കെ പൂർത്തീകരിച്ച ശേഷം, അതായത് MLA-യുടെയും ഭർത്താവിന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുക്കണം, യാത്രക്കാരുടെ മൊഴിയെടുക്കണം, യദുവിൻ്റെത്. അതിന് ഒരു എത്ര നാളത്തെ സാവകാശം വേണ്ടി വരും? ഇത് സംബന്ധിച്ചുള്ള ഇനി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ഡാൻ? അത് സംബന്ധിച്ച സൂചനകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. സ്വാഭാവികമായി ഇത്തരം കേസുകൾ അന്വേഷിക്കുമ്പോൾ എടുക്കുന്ന കാലക്രമം അത് കൃത്യമായി ഇതിനും ബാധകമാണ്. സ്വാഭാവികമായി എത്രയും പെട്ടെന്ന് തന്നെ ആ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് യദുകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് മൊഴിയെടുത്തെങ്കിൽ അടുത്ത ദിവസം തന്നെ മേയറെയും അതോടൊപ്പം തന്നെ ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ഈ സാക്ഷിമൊഴികളടക്കം രേഖപ്പെടുത്തി കൃത്യമായി പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കും. അതോടൊപ്പം ശാസ്ത്രീയമായി നടത്തിയ പരിശോധനയിൽ കൂടുതൽ കണ്ടെത്തലുകളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മെമ്മറി കാർഡ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. അത് ബോധപൂർവം നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഏതെങ്കിലും മൊഴി ലഭിച്ചാൽ അത് MLA-ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യവും ഉണ്ടാകും. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിൽ ഡ്രൈവർ യദുവിന്റെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.